അത് തന്നെയായിരിക്കും ഇപ്പൊ പറയാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ, കേൾക്കാൻ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഉണ്ണീനായിരിക്കും, അല്ലേ? അല്ലേ ഉണ്ണി? ഉണ്ണീനെ പറ്റി പറയുമ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് 2014 അപ്പനും അമ്മയ്ക്കും ചേട്ടന്മാർക്കും അങ്കിൾസിനും ആന്റീസിനും ഞങ്ങൾ ചേച്ചിമാർക്കും എല്ലാവർക്കും ഈശോ തന്ന ഒരു കുഞ്ഞു സമ്മാനമായിരുന്നു ഞങ്ങളുടെ ഉണ്ണീസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി ലേറ്റ് ആയി കിട്ടിയ ഞങ്ങളുടെ സ്വന്തം ഉണ്ണി നിങ്ങളുടെ ഈശോയൊക്കെ സ്വീകരിച്ച് ഇവിടെ നല്ല സുന്ദര കുട്ടനായിട്ട് നമ്മുടെ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആദ്യമേ തന്നെ ഉണ്ണിക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പൊ ഉണ്ണി ഇങ്ങനെ ഈശോയെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈശോയെ സ്വീകരിക്കാറ് നോക്കി നിൽക്കാറില്ലേ എപ്പോഴും? അപ്പൊ ഇങ്ങനെ കൊതി തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ 1 മാസത്തോളം ക്ലാസ്സിലൊക്കെ പോയി പഠിച്ച് നല്ല കുട്ടിയായിട്ട് ഒരുങ്ങി ഇന്ന് ഈശോനെയൊക്കെ ദിവ്യകാരുണ്യം നല്ല എന്താ പറയാ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ സ്വീകരിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോൾ കുറുമ്പ് കാണിക്കാൻ പാടുണ്ടോ? ഇനി കാണിക്കൂ. കുട്ടി കുറുമ്പ് കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ അത്ര കുറുമ്പനൊന്നുമല്ല, നമുക്കറിയാം നല്ല സ്നേഹമുള്ള കുഞ്ഞിയാണ്. അതില് എന്നും ഈശോയെ പോലെ തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും എല്ലാവരുടെയും പ്രീതിയില് വളർന്നു വരുന്ന ഒരു കൊച്ചാണ് നമ്മുടെ സ്വന്തം ഉണ്ണിക്കുട്ടൻ. സോ ഉണ്ണിനെ ഇങ്ങനെ നല്ല ഒരു വാവയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരല്ലേ? ആരായിരിക്കും അത്? അതെ, അപ്പനും അമ്മയും. സോ നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് ഉണ്ണീസിന്റെ ഫാദറിനെയും മദറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ഷാജു നെടുവേലി ആൻഡ് വിനീത ഷാജു ഓൺ ടു ദ സ്റ്റേജ്. ഷാജി ചാച്ചനെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കാതെ ഒരു ഇവന്റും നമുക്ക് അങ്ങനെ കടത്തിവിടാൻ പറ്റില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഞാനൊരു ഒരുപാട് ഉണ്ണീനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരുങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അവസരത്തിൽ എന്താണ് സന്തോഷത്തിന്റെ 2 വാക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ണീശോയാണ്. അപ്പൊ ആദ്യമേ തന്നെ ഉണ്ണീശോയെ പോലെ ഒരു മോനെ എനിക്ക് നൽകിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈശോയെ സ്വീകരിച്ച് ഇവിടെ എത്തി വലിയൊരു ദൈവാനുഗ്രഹമാണ് ഈശോയെ സ്വീകരിച്ചെത്തിയുള്ള വഴി ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് തന്നിരിക്കുന്നത്. ഈ മകന് ഇവനെ പോലെ തന്നെ 2 മക്കളെ കൂടി വേറെ തന്നിട്ടുണ്ട്. മൂത്ത മകന് 25 വയസ്സ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ മകൻ 23 വയസ്സ്, അവൻ പുറത്താണ്. അപ്പൊ ഈശോയെ സ്വീകരിക്കാൻ ഇവൻ 7ാം ക്ലാസ്സിലേക്കായി. അവൻ വന്നിട്ട് മതി എന്ന്, രണ്ടാമത്തവൻ വന്നിട്ട് മതി എന്ന് വീട്ടുകാരെല്ലാവരും വാശി പിടിച്ചിരിക്കായിരുന്നു. രണ്ടാമത്തവര് വാശി പിടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് വികാരിച്ച് പറഞ്ഞത് അവന് ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് ഈശോയെ സ്വീകരിക്കട്ടെ, അവൻ അതിനുള്ള പ്രായമായി, ഇനി നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞു. അവന് ക്ലാസ്സിൽ വിട്ടപ്പോൾ അവന് ഈശോയെ സ്വീകരിക്കാൻ അവന് വളരെയേറെ താല്പര്യം വന്നു. അപ്പൊ ഈശോയെ സ്വീകരിക്കാനുള്ള അവസരം കൊടുത്തു. ഈശോയെ സ്വീകരിച്ച് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞിവിടെ എത്തിയിരിക്കുന്ന സമയത്ത് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു.